Peace be upon you. This podcast is from Ahia Collective. For more, please visit www.ahiacollective.com. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa ashabihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Khudh min amwalihim sadaqatan tutahhiruhum wa tuzakkihim biha wa salli alayhim. Inna salataka sakanun lahum. Wallahu sami'un alim. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോമ്പിന് മുമ്പായിട്ട് സകാത്തിനെക്കുറിച്ച് വളരെ ചുരുക്കി വിവരിക്കുന്ന ഒരു മിനി സീരീസ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ചെയ്യുകയാണ്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്നത്തേത്. ഈ സീരീസിൽ ഷാഫി മദ്ഹബിലെ പ്രബല വീക്ഷണങ്ങൾക്കനുസരിച്ചുള്ള സകാത്തിൻ്റെ കണക്കുകളും അവകാശികളെക്കുറിച്ചും മാത്രമാണ് വിശദീകരിക്കുന്നത്. സകാത്ത് നിർബന്ധമാക്കപ്പെട്ട, എല്ലാവരും അംഗീകരിക്കുന്ന, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത ഒരു കാര്യം നഖ്ദാണ്, നാണയമാണ്. പക്ഷേ നഖ്ദ്, നാണയം എന്നത് വെള്ളിയിലും സ്വർണത്തിലും പരിമിതമാണ് എന്ന ചില ഷാഫി പണ്ഡിതന്മാരുടെ വീക്ഷണമുണ്ട്. നമ്മുടെ ഈ സീരീസിൽ ആ വീക്ഷണത്തെ അല്ല എടുത്തിരിക്കുന്നത്. അതിന് വിരുദ്ധമായി ഇന്ത്യയിലെ കറൻസി, രൂപയുടെ നോട്ട്, അതുപോലെ ഏത് രാജ്യത്തിൻ്റെയും നോട്ട്, അത് വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും സ്ഥാനത്താണ് ഇക്കാലത്ത് നിൽക്കുന്നത് എന്ന വീക്ഷണമാണ്. ഇന്ത്യയിലെ കറൻസിയുടെ കാര്യത്തിലാണെങ്കിൽ അത് വെള്ളിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന ഭൂരിപക്ഷ വീക്ഷണത്തെയാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നത് കച്ചവടത്തിൻ്റെ സകാത്തിനെ കുറിച്ചാണ്. കച്ചവടം തുടങ്ങി ഒരു വർഷമായാൽ വിൽക്കാൻ വേണ്ടി വാങ്ങിയ നിലവിലുള്ള മുഴുവൻ ചരക്കുകളുടെയും, അതുപോലെ വിറ്റ് കിട്ടി നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള മുഴുവൻ വരുമാനത്തിൻ്റെയും, അതിനിടയ്ക്ക് ചിലവായിട്ട് പോയതൊക്കെ ഒഴിവായി വർഷാവസാനത്തിൽ നമ്മുടെ കയ്യിൽ ഉള്ള മുഴുവൻ വരുമാനവും അതെല്ലാം കൂട്ടി 595 ഗ്രാം വെള്ളിയുടെ വില 2021 ഏപ്രിൽ 4 തീയതിയത്തെ റേറ്റ് നോക്കിയാൽ 38,730 ഇന്ത്യൻ രൂപ. അതിന് തുല്യമോ അധികമോ ഉണ്ടെങ്കിൽ മൊത്തത്തിൻ്റെ, എത്രയാണോ ഉള്ളത് അത്രയും മൊത്തത്തിൻ്റെ 2.5% സകാത്ത് നൽകണം. ഇത് ഓരോ വർഷവും നൽകണം, ഓരോ ഹിജ്രി വർഷവും ഇത് നൽകണം. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം മുഹറത്തിൽ ഒരാൾക്ക് 50,000 രൂപ കിട്ടി. അതുകൊണ്ട് കുറേ ചരക്കുകൾ വാങ്ങി, വിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണത് വാങ്ങിയത്. അങ്ങനെ അദ്ദേഹം ഒരു വർഷമായിട്ട് കച്ചവടം ചെയ്തു. ഈ വർഷം മുഹറമായപ്പോൾ എത്രയാണോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക്, ചരക്കുകൾ എത്രയുണ്ടോ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ക്യാഷ് ഉണ്ടോ, ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടാനുള്ള കടങ്ങൾ, അദ്ദേഹം ക്രെഡിറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള കടങ്ങൾ, സൺട്രി ഡെപ്റ്റേഴ്സും, അതുപോലെ അദ്ദേഹത്തിൻ്റെ റിസർവ്സും, അതുപോലെ ഡെപ്പോസിറ്റ്സും, അങ്ങനെയുള്ള എല്ലാം ഇപ്പോൾ കറണ്ട് അസറ്റായിട്ട് ക്യാഷായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തി മൊത്തം വില നോക്കി. ആ മൊത്തം വില ഒരു 60,000 രൂപയാണെങ്കിൽ, 50,000 രൂപക്കായിരുന്നു അദ്ദേഹം തുടങ്ങിയത്, ഇപ്പോൾ 60,000 രൂപയാണ് അതിൻ്റെ വാല്യൂ. 60,000 രൂപയുടെ 2.5% സകാത്ത് നൽകണം. ഈ മൂലധനം, 50,000 എന്ന മൂലധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ട്. മുഹറം മാസത്തിലാണ് തുടങ്ങിയത്. പക്ഷേ ഒരു മാസം മുമ്പേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ 50,000 ഉണ്ടെങ്കിൽ കണക്ക് നോക്കേണ്ട വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മൂലധനം വന്ന സമയം തൊട്ടാണ്. അതേസമയം മൂലധനം തന്നെ 595 ഗ്രാം വെള്ളിയുടെ വിലക്കില്ല. അദ്ദേഹം ഒരു 30,000 രൂപ കൊണ്ടാണ് തുടങ്ങിയത്. അത് 595 ഗ്രാം വെള്ളിയുടെ വിലയുടെ അത്രയും ഇല്ല. അങ്ങനെയാണെങ്കിൽ കണക്ക് നോക്കേണ്ടത് ചരക്കുകൾ വാങ്ങിയത് മുതലാണ്, ചരക്കുകൾ വാങ്ങി കച്ചവടം തുടങ്ങിയത് മുതലാണ്. അതേസമയം മൂലധനം തന്നെ 595 ഗ്രാം വെള്ളിയുടെ വിലയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മൂലധനം കയ്യിൽ വന്നത് തൊട്ടാണ് വർഷം കണക്കാക്കേണ്ടത്. കണക്കാക്കേണ്ട വർഷം ഹിജ്റ വർഷവുമാണ്. കച്ചവടം തുടങ്ങി അത് റണ്ണിങ് ആകുമ്പോൾ, ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ വിറ്റതിൽ നിന്ന് കുറേ ലാഭം കിട്ടിയിട്ടുണ്ടാകും, വീണ്ടും പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ടാകാം, ചിലതൊക്കെ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ വർഷാവസാനത്തിൽ എത്രയാണോ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്
എത്രയാണോ ക്യാഷ് അത് മാത്രമാണ് നമ്മൾ കൂട്ടുന്നത്. ഇനി ലാഭത്തെ നമ്മൾ വേർപെടുത്തി ലാഭം ലാഭമായിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ, ലാഭം 595 ഗ്രാം വെള്ളിയുടെ അത്രയും വില വരുന്നത് തൊട്ട് അതിൻ്റെ വർഷം കണക്കാക്കിയിട്ട് കൊടുക്കണം ലാഭത്തിൻ്റെ സക്കാത്ത്. കച്ചവടത്തിൻ്റെ സക്കാത്ത് കച്ചവടം തുടങ്ങിയത് മുതൽ ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ വാല്യൂ നോക്കി അത് വേറെയും കൊടുക്കണം. അതേസമയം ലാഭം വേർപെടുത്തിയിട്ടില്ല, മുഴുവനും കച്ചവടത്തിൽ തന്നെയാണ് ഉള്ളത്, കച്ചവടത്തിൽ റോളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കച്ചവടത്തിൻ്റെ സക്കാത്ത് മാത്രമാണ് കൊടുക്കേണ്ടത്. അതേപോലെ ചരക്കുകൾ കച്ചവട ആവശ്യാർത്ഥം തന്നെ വാങ്ങിയവയായിരിക്കണം, കച്ചവടം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വാങ്ങിയതായിരിക്കണം. അല്ലാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങി, ഒരു 10 ബോക്സ് തേന് വാങ്ങി, പിന്നീട് ഒരാൾക്ക് തോന്നി ഇത് വിറ്റ് കളയാം, ഇത്രയും ആവശ്യമില്ല, എങ്കിലത് കച്ചവടമായിട്ട് പരിഗണിക്കുന്നില്ല. 10 ബോക്സ് തേന് വാങ്ങിയിരിക്കുന്നത് വിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഭൂമി കയ്യിലുണ്ട്, അതൊരാൾ വിൽക്കുകയാണ്, എങ്കിലും അതിനെ വിൽപ്പന എന്ന് പറയില്ല. ഭൂമി അദ്ദേഹത്തിന് അനന്തരമായിട്ട് കിട്ടിയതായിരിക്കാം, അതുകൊണ്ട് തന്നെ അത് കച്ചവട ഉദ്ദേശാർത്ഥം വാങ്ങിയ ഒരു ചരക്കല്ല. നേരെ മറിച്ച് കച്ചവടം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ വാങ്ങിയ ഭൂമിയാണെങ്കിൽ ആ കച്ചവടത്തിന് സക്കാത്തുണ്ട്. കച്ചവടത്തിൽ നിന്നും ഏതെങ്കിലും ചരക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ, ഒരാൾ തേനിൻ്റെ ബിസിനസ് ചെയ്യുകയാണ്, അദ്ദേഹം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 ബോക്സ് കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആ ചരക്കിന് സക്കാത്ത് നിർബന്ധമില്ല. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കച്ചവടത്തിൻ്റെ സക്കാത്തിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. വരുന്ന എപ്പിസോഡിൽ പണത്തിൻ്റെയും കൃഷിയുടെയും മറ്റ് സക്കാത്തുകളും നമുക്ക് പരിശോധിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.